ഹലോ, അപ്പോൾ എല്ലാവർക്കും മദറും വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് 1-ാം തീയതി തലേ ദിവസം 1-ാം തീയതി കൂടിയുള്ള വീഡിയോ ആണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഹറിബറി ആയിട്ടുള്ള ഒരു 1-ാം തീയതി ആയിരുന്നു ഇത്തവണ. ഞാൻ യൂഷ്വലി മുന്നത്തെ ഒരു വീഡിയോയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് 1-ാം തീയതിയുള്ള തലേ ദിവസം അച്ഛനമ്മ ഉണ്ടാവാറില്ല, രാവിലെ വരാമെന്ന്. അപ്പോൾ ഇത്തവണയും ചിങ്ങത്തിൽ 1-ാം തീയതി തന്നെ അവർ വൈകിയാണ് കേട്ടോ വന്നത്. അപ്പോൾ ഇത് ഞായറാഴ്ച രാവിലെ മുതലുള്ള വീഡിയോ ആണ്. രാവിലെ വെള്ളയപ്പവും കുറുമക്കറിയായിരുന്നു. പിന്നെ എനിക്ക് 1-2 സ്ഥലത്ത് പോകാനുള്ള വേഗം പണികൾ തീർക്കാം. അപ്പോൾ അച്ഛനമ്മയ്ക്ക് നോമ്പോൾ തന്നെ കറികളുടെ എണ്ണം ഒരു 3-4 ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ മുരിങ്ങാക്കോൽ വെച്ചിട്ടുള്ള ഒരു ചാറ് കറിയും പിന്നെ പാവയ്ക്കുളത്ത് മച്ചിമുളത്ത് പിന്നെ ചിക്കൻ കറി ഞങ്ങൾക്ക് വേണ്ടിയിട്ട് അങ്ങനെ ഉണ്ടാക്കിയത്. അപ്പോൾ ചിക്കൻ കറി ഇത്തവണ ധൃതി പിടിച്ചുണ്ടാക്കിക്കൊണ്ട് ശരിയായില്ല കേട്ടോ. പിന്നെ വന്നതിന് ശേഷം അച്ഛൻ കറി റെഡിയാക്കിയത്. കാരണം എനിക്ക് ഈ പച്ചക്കറികൾ വാങ്ങാനൊക്കെ പോകണമായിരുന്നു. അച്ഛൻ അതായത് എൻ്റെ മോൻ്റെ അംഗനവാടിയിൽ ഓണം സെലിബ്രേഷൻ ഉണ്ട്. അപ്പോൾ ഓരോ അമ്മമാർ ഓരോ കറികളുണ്ടാവണം. അപ്പോൾ മോര് കറിയും ക്യാബേജും അച്ചാറും ഞാൻ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അച്ചാർ നമ്മൾ വാങ്ങിച്ചു കൊണ്ടുവന്നു. അതിനിടയ്ക്ക് ഒരു കുഞ്ഞാങ്ങനെ കാണാൻ പോകണമായിരുന്നു. തിരിച്ചു വന്ന വഴിയാണ് പറവൂർ ഒരു ചെരുപ്പിൻ്റെ മേള. പിന്നെ പൂ ഞാൻ മേടിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാവരും പിരിവിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചെറായിൽ വന്ന് പൂവൊക്കെ വാങ്ങിച്ചതിന് ശേഷമാണ് രാത്രി വീട്ടിൽ വന്നത്. അപ്പോൾ രാത്രി വീട്ടിൽ വന്നതിന് ശേഷം പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുട്ടിന് ഗോതമ്പ് പുട്ടും അരിപ്പുട്ടുമാണ്. അപ്പോൾ അരിപ്പുട്ട് പെട്ടെന്ന് കുഴച്ച് പൊൺകതിരായതുകൊണ്ട് പിന്നെ പിറ്റേ ദിവസം പുട്ടും കടലും തന്നെയാണ്. അപ്പോൾ ഇന്നത്തേക്ക് ഞാൻ പുട്ട് നാളത്തേക്കുള്ളത് ഇന്ന് തന്നെ കുഴച്ച് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അരിക്ക് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. അത് തിളച്ച് കഴിഞ്ഞപ്പോൾ ഒരു തള വന്നതിന് ശേഷം ഞാൻ റൈസ് കുക്കറിൽ എടുത്ത് വയ്ക്കുകയും ചെയ്തു കേട്ടോ. പിന്നെ 2 തേങ്ങ ചെരുവെടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു ക്യാബേജിനും പിന്നെ പുട്ടിനും ഓരോരുക്കൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ പക്ഷേ അതിനിടയിൽ ചെറിയ പാത്രത്തിൽ കുഴച്ചുകൊണ്ട് കുറച്ച് പണിയൊക്കെ പറ്റിയായിരുന്നു. അത് പിന്നെ വലിയ പാത്രത്തിൽ പകുതി ഞാൻ ഫ്രിഡ്ജിലും വെച്ചു. പിന്നെ കട്ടനെടുത്തു. പക്ഷേ ഗോതമ്പുട്ടാണെങ്കിൽ ആവിയിൽ വെച്ചപ്പോൾ തന്നെ തെറിച്ച് കുറേയൊക്കെ പോയി. പിന്നെ വീണ്ടും അതൊരു പണിയായിരുന്നു. അത് മിക്സിയിലിട്ടിട്ട് ഞാൻ കുഴച്ചിട്ടേട്ടാ. മിക്സിയിൽ ഉപ്പും കുറച്ച് വെള്ളം കളിച്ചിട്ട് 2-3 അടി ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ കറക്റ്റായിട്ട് വരും കേട്ടോ. പിന്നെ ഇങ്ങനെ ഒരു പുട്ട് ഊറ്റിയായിട്ടൊന്നും കിട്ടൂല. പിന്നെ അതിനിടയിൽ മോര് കറി വെക്കേണ്ടത്. ഇതിൻ്റെ റെസിപ്പി ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഇടാം കേട്ടോ. അപ്പോൾ തലേ ദിവസം തന്നെ ഞാൻ ക്യാബേജ് അരിഞ്ഞ് വെച്ചു. മോര് കറി വെച്ച് വയ്ക്കാമെന്ന് വിചാരിച്ചു. വറുത്തിടൽ പിറ്റേ ദിവസം ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുമ്പളങ്ങയാണ് അത് ആദ്യം വേവിക്കാൻ വെച്ചതിന് ശേഷം പിന്നെ അരപ്പൊക്കെ ചേർത്ത് റെഡിയാക്കി. പിന്നെ പിറ്റേ ദിവസത്തേക്ക് വെക്കാനുള്ള കാര്യങ്ങളൊക്കെ വെച്ചു. അപ്പോൾ കുമ്പളങ്ങ വേവിക്കാൻ വെച്ചിട്ടാണ് ഞാൻ കഴിക്കാൻ പോയത്. തിരിച്ച് വന്നതിന് ശേഷം അരപ്പൊക്കെ ഇട്ട് നല്ലോണം കുറുകി വന്നു കഴിഞ്ഞപ്പോൾ ഞാനത് ഓഫ് ചെയ്ത് അങ്ങോട്ട് വെച്ചോട്ടോ. മോരും ഒന്ന് അടിച്ചൊഴിച്ചു. അപ്പോൾ ഏകദേശം ആ കറി റെഡിയായി. പിന്നെ അടുക്കളയിൽ കുറച്ചധികം പാത്രങ്ങൾ അപ്പം തന്നെ നിരന്നിട്ടുണ്ടായി. ഞാൻ പപ്പ കഴുകണതാണ്. പിന്നെ പുട്ടൊന്ന് ക്ലീൻ ആക്കണമെന്ന് കുറച്ച് വൈകിയായിരുന്നു. അങ്ങനെ അതും പിന്നെ വെള്ളം പിടിച്ച് വെക്കാനുണ്ടായിരുന്നു. വെള്ളമൊക്കെ പിടിച്ച് വെച്ചതിന് ശേഷം എനിക്ക് ഇതും കൂടി അരിഞ്ഞ് വയ്ക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ കിടക്കാൻ പോയപ്പോഴത്തേനും 11-11:45 പിന്നെ രാവിലെ എണീക്കാനും വൈകി 6:45. പിന്നെ വേഗം തന്നെ അടുക്കളയിൽ ഒന്ന് ചോറെടുത്ത് പുറത്ത് വെച്ചു. പിന്നെ മുട്ട വേവിക്കാൻ വെച്ചു ആദ്യം തന്നെ. പിന്നെ ക്യാബേജും പുട്ട് ഒഴിച്ചതും എല്ലാം എടുത്ത് പുറത്ത് വെച്ചതിന് ശേഷം പിന്നെ ഒരു ആശ്വാസം വേഗം സവാള അരിഞ്ഞ് ചിക്കൻ കറിക്ക് വെച്ചു. പിന്നെ പാൽ തിളപ്പിക്കാൻ വെച്ചു. കാരണം സ്മൂതി അടിക്കാനായിട്ട് രാവിലെ ഞാൻ ഫുൾ ഫാറ്റ് മിൽക്കാനായിട്ട് ഒന്ന് അടിച്ചെടുക്കാറുണ്ട്. ചിലപ്പോൾ വയറിന് പിടിക്കില്ല. ശരിക്കും അങ്ങനെ ചെയ്യരുതെന്നാണ്. പിന്നെ മോര് കറി ഒന്ന് ചൂടാക്കി കടലയൊക്കെ സവാളയൊക്കെ അരിഞ്ഞിട്ട് വേവിക്കാനുള്ള കാര്യങ്ങളും പിന്നെ മോര് കറി വറുത്തിട്ട് ഒന്ന് ചെറിയ ചൂടാക്കിയതിന് ശേഷം മോര് കറിയുടെ പണി കഴിഞ്ഞു കേട്ടോ. പിന്നെ തേങ്ങ നമ്മൾ മുന്നേ ചെറിയ വെച്ചുകൊണ്ടുതന്നെ നമുക്ക് നല്ല റിലാക്സേഷൻ ആയിരുന്നു. രാവിലെ 8 മണിയാകുമ്പോൾ ഏകദേശം പണികൾ തീർന്നു. പിന്നെ വീട് ഒതുക്കൽ സാധാരണ അമ്മ ഉള്ളപ്പോൾ എനിക്കൊന്നും അറിയണ്ട. അമ്മ ഇല്ലാത്ത ദിവസങ്ങൾ എനിക്കതൊക്കെ ചെയ്യണമല്ലോ. അപ്പോൾ ക്യാബേജും ഞാൻ എല്ലാം കൂട്ടിപ്പറ്റി വെച്ചതിന് ശേഷം കുറച്ച് അടച്ച് വെച്ചിട്ടാണ് ക്യാബേജ് ഉണ്ടാക്കിയത്. കടുകും വേപ്പിലിട്ട് പൊട്ടിച്ച് താളിച്ചെടുക്കുക ചെയ്ത്. അതിനിടയിൽ ചിക്കൻ കറി വെക്കുന്നുണ്ട്. പിന്നെ കറി പകർത്തി വെച്ചിട്ട് ബാക്കിയുള്ള കറിയായിരുന്നു കേട്ടോ ഇത്. അപ്പോൾ കൊണ്ടുപോകാൻ എളുപ്പത്തിന് ഈ ഒരു പാനിലോട്ട് ഒരു പാത്രത്തിലോട്ട് എടുത്ത് വെച്ചു. പിന്നെ കടലക്കറി ഉണ്ടാക്കി. പിന്നെ അച്ഛന് ഉച്ചകളിൽ നുറുക്കോതമ്പ് കഴിക്കാം. അപ്പോൾ അതും ചിക്കൻ കറിയൊക്കെ ഏകദേശം റെഡി ആവേണ്ടത്. പക്ഷേ ചില കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യാനും മറന്നുപോയായിരുന്നു കേട്ടോ. കാരണം എനിക്ക് ഭയങ്കര ധൃതിയായിപ്പോയി. പിന്നെ അതിനിടയിൽ സ്മൂതി അടിച്ചെടുത്തു. പിന്നെ 2 ടിഫിൻ ബോൾസൊക്കെ റെഡിയാക്കി. അപ്പോൾ ഏകദേശം 8 മണിക്ക് പണി കഴിഞ്ഞെങ്കിലും പിന്നെ വീട് അടുക്കാനും പുതുക്കാനൊക്കെ നിന്ന് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴാണ് മാം വിളിച്ച് പറയണേ ഇല കൊണ്ടുവരാമെന്ന് പറഞ്ഞാൽ കുട്ടിയുടെ വീട്ടിലാരും മരിച്ചു. അപ്പോൾ ഇല കൊണ്ടുവരാൻ പറ്റില്ല എന്ന്. അപ്പോൾ വീട്ടിൽ നിന്ന് തന്നെ മുറിക്കേണ്ട അവസ്ഥ വന്നു കേട്ടോ. അപ്പോൾ അമ്മ ഒന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് അല്ലെങ്കിൽ മേടിച്ചാൽ മതിയായിരുന്നു. പക്ഷെ അത്രയും സമയമായല്ലോ. പിന്നെ ഞാൻ പറമ്പിൽ ഇറങ്ങി മൊത്തം പൊടിച്ച് അത്യാവശ്യത്തിന് നോക്കി. പിന്നെ അച്ചാറും ക്യാബേജുകളൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചു. ഏകദേശം 11 മണിയാകുമ്പോഴത്തേക്കും ഞാൻ അംഗൻവാടിയിലെത്തി. മോനെ ഹസ്ബൻഡ് ഇവിടെ ഓൾറെഡി വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് പിന്നെ അതൊരു ഹറിബറി ഉണ്ടായിരുന്നില്ല. പിന്നെ പൂവ് നമ്മൾ വലിയൊരു പൂക്കൾ ഇട്ടതാണ്. 100 രൂപയുടെ പൂവാണെങ്കിൽ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ. ഇനിയും ദിവസങ്ങളിൽ വില കൂടുമല്ലോ. അപ്പോൾ സദ്യ നമ്മുടെ ഓരോ അമ്മമാർ കൊണ്ടുവന്നതായിരുന്നു കേട്ടോ. എല്ലാം നല്ല അടിപൊളിയായിരുന്നു. ലാസ്റ്റ് പായസം കൂടി കുടിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആ ദിവസം അവസാനിച്ചു. അപ്പോൾ ഇത് ചിത്തിരയിലായിരുന്നു കേട്ടോ. അങ്ങനെ ചിത്തിരയിലായിരുന്നിട്ടാണ് ആദ്യത്തെ സദ്യ ഉണ്ടായത്. അപ്പോൾ പായസം ഞാൻ ഗ്ലാസ്സിലാണ് കുടിക്കാറ്. അങ്ങനെ വീഡിയോസ് ഇഷ്ടമായി തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.